എല്ലാവർക്കും നമസ്കാരം. ഒരാൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാളുടെ ഫുൾ ടൈം ശ്രദ്ധ നമ്മളിലേക്ക് തന്നെ വേണം എന്നുള്ളത് വാശി പിടിക്കുന്നത് ശരിയാണോ? അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ താല്പര്യമുണ്ട്, അവരും ഒരു വ്യക്തിയല്ലേ. അവർക്ക് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രമല്ലേ നമ്മളടുത്ത് കൂടുതൽ ഇടപഴകാനും അല്ലെങ്കിൽ നമ്മളോട് കൂടുതൽ സ്നേഹം കാണിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാവുള്ളൂ. അവരുടെ സാഹചര്യവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് വേണ്ടേ നമ്മൾ അത്തരം ഒരു ആഗ്രഹം കാണിക്കാനും. അവരുടെ ഫുൾ ടൈം ശ്രദ്ധ നമ്മളിലാവണം, അവരുടെ എല്ലാ കെയറും നമുക്ക് വേണം, അങ്ങനെയൊക്കെ വാശി പിടിക്കുന്നത് ശരിയാണ്. ചിലരൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്ടം മറ്റുള്ളവരോട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്പേസ് കൊടുക്കില്ല. അവരുടെ ഫുള്ളായിട്ട് അവരെ തന്നിലേക്ക് മാത്രം ആകർഷിച്ച് അല്ലെങ്കിൽ തന്നിലേക്ക് മാത്രം വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കാണിക്കുന്ന പല ആളുകളുമുണ്ട്. ഇതൊക്കെ അവരുടെ ഒരു സന്ദർഭം, അവരുടെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ള ആളുകൾ നമ്മളോട് പെരുമാറണം, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ആൾ നമ്മളോട് പെരുമാറണം എന്നൊക്കെ വിചാരിക്കുന്നത് ശരിയാണോ? ആരോടെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെന്നോട് മാത്രം സംസാരിക്കണം, എന്നോട് മാത്രമേ ഉണ്ടാവൂ, എന്നോട് മാത്രം. നമ്മുടെ പങ്കാളികളോട് നമുക്ക് അത് പറയാം, എന്നെ മാത്രം സ്നേഹിക്കണം അല്ലെങ്കിൽ എന്നെ മാത്രം കെയർ ചെയ്യണം, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. മറ്റുള്ള ആളുകളോട് അവർ കാണിക്കുന്ന അല്പം സ്നേഹത്തിന് അല്ലെങ്കിൽ അത് നമ്മളോട് മാത്രമേ പാടൂ എന്നൊക്കെ വാശി പിടിക്കുന്നത് ശരിയാണോ? ഒരിക്കലും അങ്ങനെയൊന്നും ആവരുത്. ഫ്രണ്ട്ഷിപ്പാണെങ്കിലും നമ്മൾ ഒരു നിർബന്ധ ബുദ്ധി വെക്കുന്നത് ഒരിക്കലും ശരിയല്ല. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് എല്ലായിടത്തും കൊടുക്കണം. അപ്പോൾ മാത്രമാണ് നമ്മളോട് കൂടുതൽ ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നോട് മാത്രമേ സ്നേഹം കാണിക്കാൻ പാടൂ അല്ലെങ്കിൽ അടുപ്പം കാണിക്കാൻ പാടൂ, എനിക്ക് മാത്രമേ എല്ലാം നൽകാൻ പാടൂ, അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാരുടെ നിർബന്ധ ബുദ്ധി. അത്തരം സ്പേസ് ഇല്ലാത്ത ഒരു റിലേഷനിൽ ആരും നിൽക്കാൻ താല്പര്യപ്പെടില്ല. എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് വേണം. അപ്പോൾ മാത്രമാണ് ഏത് റിലേഷനും ഭംഗിയായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എടുക്കുക, അതിലാണെങ്കിൽ ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കാതെ, അയാളുടെ ഇഷ്ടത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സമ്മതിക്കാതെ എല്ലാം ഭാര്യയുടെ ഇഷ്ടത്തിന് നടക്കണം എന്ന് വാശി പിടിക്കുന്ന ആ കുടുംബത്തിനകത്ത് എങ്ങനെ ഭംഗിയുള്ളൊരു ലൈഫ് ഉണ്ടാവും? എന്നും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അയാൾക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ല അല്ലെങ്കിൽ ഒരു സ്പേസ് ഇല്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എല്ലാ കാര്യത്തിലും കൈ കടത്തിയിട്ട് അവരുടെ ഫോൺ ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ എന്താണ് ഏതാണ് ഏത് സമയം ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇടപഴകാൻ പോലും സമ്മതിക്കാതെ ഉള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് ദേഷ്യം തന്നെയാണ് ഉണ്ടാവുക. ഏത് ബന്ധത്തിനകത്താണെങ്കിലും ആളുകൾക്ക് ഒരു സ്പേസ് കൊടുക്കണം. അപ്പോൾ മാത്രമാണ് ആ ഒരു റിലേഷൻ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുള്ളൂ. പലർക്കും ഇത് സ്റ്റേഷനായിട്ട് തോന്നുകയാണ്. കാരണം ഒന്നിനും സമ്മതിക്കാതിരിക്കുമ്പോൾ, ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് ചില ആൾക്കാർക്കൊക്കെ. അപ്പോൾ അത്തരം ബന്ധങ്ങളിലാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള സ്നേഹബന്ധമാണെങ്കിലും നമുക്ക് നമ്മളായിട്ട് ഇരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിയിട്ടും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നിട്ടും അങ്ങനെ ഒന്നും ഒരാൾക്കും മുന്നോട്ട് പോകാൻ അധികകാലം സാധിക്കില്ല. കുറച്ചൊക്കെ നമ്മൾ മാറാൻ ശ്രമിച്ചാലും അത് മനസ്സറിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമാവില്ല. നമുക്ക് വേണ്ടിയിട്ട് അവർ പലതും മാറാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അവരുടെ മനസ്സറിഞ്ഞിട്ടായിരിക്കില്ല. അതുകൊണ്ട് അവരൊരിക്കലും അതിലൊരു സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുന്നുണ്ടായിരിക്കില്ല. അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം മാത്രമായിട്ട് മാറും. അങ്ങനെയാണ് കുറേ കഴിയുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടും പിന്നെ അത് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അത് ഏത് തരം ബന്ധത്തിലാണെങ്കിലും, ഇപ്പോൾ പ്രണയത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും ഏത് തരത്തിലുള്ള റിലേഷനിലാണെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ബന്ധം ദൃഢമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. മറ്റത് ഒരാളുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുത്തിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം മുന്നോട്ട് പോകണം, അവർ പറയുന്നത് പോലെ മാത്രം ചെയ്യണം എന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം അധികകാലം തുടരാൻ സാധിക്കില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? അവനവൻ്റേതായ ഒരു സ്പേസ് തന്നെയാണ്. ആർക്കും മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാവാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാറാനൊന്നും ഒരാളും തയ്യാറാവില്ല. അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഏത് റിലേഷനും ഭംഗിയായിട്ട് പോവുള്ളൂ. അല്ലാതെ എനിക്ക് മാത്രം അല്ലെങ്കിൽ എല്ലാം ഞാൻ പറയുന്നത് പോലെ നടക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു തരത്തിലുള്ള ബന്ധത്തിലും ഒരു സന്തോഷം ഉണ്ടാവില്ല. ആ ബന്ധം അധികകാലം നീണ്ടു നിൽക്കില്ല. ചില കുടുംബ ബന്ധങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയാണ് കേട്ടോ. ഫ്രണ്ട്ഷിപ്പൊക്കെ പോട്ടെ, കുറച്ച് കഴിയുമ്പോൾ വേറെ ഫ്രണ്ട്സ് വരും, അങ്ങനെയൊക്കെ പോകും. പക്ഷേ കുടുംബ ബന്ധങ്ങളൊന്നും അങ്ങനെയല്ലല്ലോ.
നമ്മൾ ഏത് റിലേഷനിലാണെന്ന് വെച്ചാൽ ആ റിലേഷൻ തന്നെയല്ലേ നമ്മൾ തുടർന്നുകൊണ്ട് പോകേണ്ടത്. അങ്ങനെ വേണം. അല്ലാതെ നമുക്കിത് തോന്നുന്നതിനനുസരിച്ച് മാറി മാറി ഓരോ റിലേഷൻ ഉണ്ടാക്കാനൊന്നും പറ്റില്ല, ചെയ്യാനും പാടില്ല. നമ്മൾ ഏത് റിലേഷനിലാണോ തുടരുന്നത് അത് തന്നെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. കുടുംബ ബന്ധങ്ങൾ പ്രത്യേകിച്ചും അങ്ങനെ വേണം. ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പല ചോയ്സും എടുക്കാമെങ്കിലും ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ നമ്മൾ അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. അല്ല തോന്നുമ്പോൾ നമ്മൾ ഓരോരോ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്. അത്തരം ബന്ധങ്ങൾക്കൊന്നും ആയുസ്സിൽ ഉണ്ടാവില്ല. യഥാർത്ഥമായ സ്നേഹവും പരിചരണവും പരിഗണനയൊക്കെ കിട്ടുന്നത് എന്താണ്? നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന കുടുംബ ബന്ധങ്ങളിൽ മാത്രമാണ്. ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെയാണ് നമ്മൾ ഓരോരോ പിടിവാശിയും മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ചിട്ടും മറ്റുള്ളവർക്ക് ഒരു സ്പേസ് കൊടുക്കാതെയും, മറ്റുള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും ഒക്കെ അവർക്കൊരു സ്പേസ് കൊടുക്കാതെ അവരെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു നിർബന്ധ ബുദ്ധികളൊക്കെ കൊണ്ട് നടക്കുന്ന കുടുംബത്തിനകത്ത് ഒരിക്കലും ഒരു മനസ്സമാധാനമോ സന്തോഷമോ നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാവരും ജീവിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ആർക്കോ വേണ്ടി എന്നുള്ളൊരു പോലെ തന്നെയായിരിക്കും അവരുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കാണുന്നവർക്ക് മാത്രം അത് ഭംഗിയുള്ള ലൈഫായിട്ട് തോന്നിക്കും, പക്ഷേ അവർ ആ ലൈഫിൽ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കും. അവർ ആ ലൈഫിനകത്ത് ഒട്ടും സന്തോഷവാനോ അല്ലെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവരെ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എവിടെയും എന്താണ് ഓരോരുത്തരെയും അവരവരായിട്ട് പരിഗണിക്കുമ്പോഴും അവർക്ക് അവരുടേതായ ഒരു ഇടം കൊടുക്കുമ്പോഴൊക്കെ മാത്രമാണ് ഏത് ബന്ധങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഈ നിർബന്ധ ബുദ്ധിയാണ് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓരോരോ നിർബന്ധങ്ങൾ വയ്ക്കും. അത് മറ്റുള്ളവർക്ക് നടപ്പാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അവർക്ക് അതുപോലെ ആവാൻ കഴിയുമോ അതുപോലെ മാറാൻ കഴിയുമോ എന്നൊന്നും ആരും ചിന്തിക്കില്ല. നീ ഇങ്ങനെ ചെയ്യാവോ, നിങ്ങളിങ്ങനെ ചെയ്യാവോ എന്നൊക്കെ നിർബന്ധം പിടിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം നമുക്കത് അക്സെപ്റ്റബിൾ ആവും? ഒരാൾക്കും മറ്റൊരാൾ പറയുന്നത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതുപോലെ ചെയ്യാനൊന്നും സാധിക്കില്ല. അത് അവരുടെ കാഴ്ചപ്പാടാണ്. എല്ലാവർക്കും അവരുടേതായ ഓരോ കാഴ്ചപ്പാടുകളും ഓരോ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവും. പലതും നമ്മളെന്താണ് നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നല്ലതല്ലേ, കുറച്ചൊക്കെ മാറുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിച്ചിട്ട് മാറുന്നതാണ്. അല്ലാതെ ആരും സ്വന്തം ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ സ്വയം അങ്ങനെ മാറാനോ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. അത് ഏത് ബന്ധത്തിനകത്താണെങ്കിലും. പിന്നെ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ സ്നേഹത്തിൻ്റെ പുറത്ത് അവരോടുള്ള താല്പര്യത്തിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ നമ്മൾ ചിലതൊക്കെ മാറ്റി വയ്ക്കും. അതെന്താണ്? അത് നമ്മുടെ ആത്മാർത്ഥമായ സ്നേഹവും ഇഷ്ടമൊക്കെ നമുക്ക് അതിനകത്ത് ഉണ്ടായതുകൊണ്ടാണ്. അല്ലാത്ത ഒരു റിലേഷനാണെങ്കിൽ നമുക്ക് നമ്മുടെ പങ്കാളിയോടാണെങ്കിൽ പോലും നമുക്ക് ആത്മാർത്ഥമായ സ്നേഹം ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വയ്ക്കാൻ തയ്യാറാവില്ല. ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് പല കാര്യങ്ങളും നമ്മൾ മാറ്റി വയ്ക്കാൻ തയ്യാറാവുള്ളൂ. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെയൊക്കെ ലൈഫിൽ അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ കുറേയൊക്കെ നമ്മൾ കേൾക്കും, അതുപോലെയൊക്കെ അവർ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കും. ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ നമ്മളെന്താണ്, നമുക്കിതൊരു ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ എന്താണ്, അപ്പോഴാണ് നമ്മൾ ഷൗട്ട് ചെയ്യാനും അവിടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നതൊക്കെ അത്തരം സന്ദർഭങ്ങളിലാണ്. മുഴുവനായിട്ട് നമുക്കത് സ്വീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിനോട് പൊരുത്തപ്പെടുമ്പോൾ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. എല്ലാവരും മനസ്സിലാക്കുക, എല്ലാവരും ഓരോരോ വ്യക്തികളാണ്. അവർക്ക് ഓരോരോ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. അവർ വ്യക്തികളാവുമ്പോൾ എന്താണ്, ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ പല വിധത്തിലായിരിക്കും. എല്ലാവർക്കും ഒരേ ഇഷ്ടങ്ങളായിരിക്കില്ല. എല്ലാവർക്കും ഒരേ വ്യക്തിത്വമായിരിക്കില്ല. എല്ലാവർക്കും ഒരേ മാനസിക നിലയായിരിക്കില്ല. എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും മാനസിക നില എന്താണ് അല്ലെങ്കിൽ അവരെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഏതൊരു റിലേഷനും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. സ്നേഹബന്ധങ്ങളാണെങ്കിലും പിന്നെ ഫ്രണ്ട്ഷിപ്പാണെങ്കിലും കുടുംബ ബന്ധങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത്തരം കുടുംബങ്ങളോ അല്ലെങ്കിൽ അത്തരം റിലേഷനിൽ മാത്രമാണ് ഭംഗിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്നവരൊക്കെ ആണെങ്കിലും എപ്പോഴും എനിക്ക് കാണണം അല്ലെങ്കിൽ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം, എപ്പോഴും കൂടെ നിൽക്കണം, കൂടെ നടക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. അത് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ? അത്തരമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്, അതിന് എതിരഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ ഈ നിർബന്ധ ബുദ്ധിയുള്ള ബന്ധങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ആളെ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആളെ കൊണ്ട് കുറച്ച് ദിവസം ഇടപഴകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും
ഇങ്ങനെ നിർബന്ധ ബുദ്ധിയാണ്, ഇത് മാറ്റാൻ സാധിക്കില്ല എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ, ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് വിവാഹബന്ധത്തിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ സാധിക്കാതെ പോണത്. അല്ലാത്ത ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും മറ്റേ പ്രണയത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു മെൻറ്റാലിറ്റിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പിന്നെയാണ് നമ്മൾ കുടുംബ ബന്ധങ്ങളിലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കുറേ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറാവുന്നത്. എത്ര മാറിയാലും നമ്മുടെ മനസ്സിന് പൊരുത്തപ്പെടാത്തതോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോട് യോജിക്കാത്തതോ ആയ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അത് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ റിജക്റ്റ് ചെയ്യാൻ തയ്യാറാവും, അല്ലെങ്കിൽ നമ്മൾ തന്നെ തീരുമാനം എടുത്തിരിക്കും. പിന്നെ ഓരോരോ കാര്യങ്ങളും നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാതായി കഴിയുമ്പോൾ മറ്റു കാര്യങ്ങളോട് നമുക്ക് ഒട്ടും താല്പര്യമില്ലാതായിട്ട് വരും. അപ്പം പ്രശ്നങ്ങളായി. ഏതൊരു ലൈഫിലും എല്ലാവർക്കും അത് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ആരുടെയും ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് ബന്ധത്തിനകത്താണെങ്കിലും എല്ലാവരും ഓരോ വ്യക്തികളാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പം എനിക്ക് എൻ്റെ ഇഷ്ടം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ള എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് എന്നുള്ളത് ഊഹിക്കാൻ സാധിക്കില്ലേ? നമുക്ക് എന്തെല്ലാം മാറ്റാൻ കഴിയും, അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവർക്കും. നമുക്ക് എന്തെല്ലാം ഇഷ്ടങ്ങളുണ്ട്, അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവർക്കുള്ള ഇഷ്ടങ്ങൾ. അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും ഒരു കാര്യത്തിനും നിർബന്ധിക്കാൻ പോവില്ല. എല്ലാവർക്കും ഒരു ബെറ്റർ ലൈഫ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.